എല്ലാവരും പറഞ്ഞത് എന്താണ്? കെ എം ഷാജി ഇന്ന് പറഞ്ഞ വാക്ക് വിഴുങ്ങുകയാണ്. കെ എം ഷാജി പറഞ്ഞത് PM ശ്രീ പദ്ധതി ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ ആ PM ശ്രീ പദ്ധതി ഞങ്ങൾ അറബിക്കടലിൽ എറിയും എന്ന് പറഞ്ഞ കെ എം ഷാജി ഇന്ന് പറഞ്ഞ വാക്ക് അത്ഭുതപ്പെടുത്തുന്നതാണ്. ഞാൻ അന്ന് പ്രസംഗിച്ചപ്പോൾ ഉപയോഗിച്ചൊരു വാക്ക് എടുത്തുകൊണ്ടുവന്ന് രാഷ്ട്രീയമായി ഉപയോഗിക്കല്ലേ. PM ശ്രീ 2 സർക്കാരുകൾ ഒപ്പുവെച്ചൊരു പദ്ധതി എങ്ങനെയാണ് അറബിക്കടലിൽ എറിയുക? അങ്ങനെ എറിയാൻ പറ്റുമോ? അതൊരു പദ്ധതിയല്ലേ? ഞാനൊരു ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളാണ്, എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഇതാണ് കെ എം ഷാജിയുടെ ഇന്നത്തെ വാക്ക് എന്ന് പറയുന്നത്. കുഞ്ഞാലിക്കുട്ടി നോക്കൂ, ഏത് രീതിയിലാണ് മലക്കം മറിഞ്ഞത്. അത് നടപ്പാക്കേണ്ടി വരും എന്ന് പറയുകയാണ്. നോക്കൂ, രാഷ്ട്രീയമായി എത്രത്തോളം പരാജയമാണ് ഈ വ്യക്തികളെന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ എന്തൊക്കെയാണ് പറഞ്ഞത്? തെരഞ്ഞെടുപ്പ് കാലത്ത് PM ശ്രീ എന്ന് പറയുന്നത് RSS അജണ്ടയാണ്. ആ അജണ്ട ഒളിച്ചു കടത്താൻ പിണറായി വിജയൻ സർക്കാർ ശ്രമിച്ചു. അവിടെ CPIയെ പറ്റിച്ചു, LDFനെ പറ്റിച്ചു, മന്ത്രിസഭയെ പറ്റിച്ചു. അങ്ങനെ എല്ലാവരെയും ഇരുട്ടത്ത് നിർത്തിയാണ് കഴിഞ്ഞ LDF സർക്കാർ ഈ പദ്ധതി ഒപ്പുവെച്ചത് എന്ന് രാഷ്ട്രീയമായ ആരോപണം ഉന്നയിച്ചു. ശരിയാണ്, അന്ന് പിണറായി വിജയൻ സർക്കാർ ചെയ്തത് ഗുരുതരമായ പിഴവാണ്. രാഷ്ട്രീയമായ ഗുരുതരമായ പിഴവ് തന്നെയാണ് PM ശ്രീയുടെ കാര്യത്തിൽ. രാഷ്ട്രീയമായ ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് PM ശ്രീയുടെ കാര്യത്തിൽ പിണറായി വിജയൻ സർക്കാർ എടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ആ പദ്ധതി പിൻവലിക്കേണ്ടി വന്നത്. പക്ഷേ ആ തെറ്റ് അതേപോലെ ആവർത്തിക്കാനാണോ UDF സർക്കാരിൻ്റെ നിലപാട്? അതേപോലെ ആവർത്തിക്കാനാണോ ഈ സർക്കാരിനെ കേരളത്തിലെ ജനങ്ങൾ അധികാരത്തിലെത്തിയത്? നോക്കൂ, എത്ര KSU വിദ്യാർത്ഥികൾ, എത്ര യുവാക്കൾ ഈ PM ശ്രീയുടെ പേരിൽ ഒപ്പുവെച്ചതിൻ്റെ പേരിൽ കഴിഞ്ഞ LDF സർക്കാരിനെതിരെ സമരം നടത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട്. എത്ര പേർ പോലീസിൻ്റെ ലാത്തിയടി കൊണ്ടിട്ടുണ്ട്. MSFൻ്റെ യുവാക്കൾ എത്ര പേർ സമരത്തിനിറങ്ങിയിട്ടുണ്ട്. അവരോടൊക്കെ എന്ത് മറുപടിയാണ് ഇനി ഈ സർക്കാരിന് പറയാനുള്ളത്? കോൺഗ്രസിൻ്റെ UDFൻ്റെ രാഷ്ട്രീയ നേതാക്കൾക്ക് പറയാനുള്ളത്? ഇതൊരു വലിയ ചോദ്യമാണെന്ന് ഇപ്പോഴും പറയുന്നില്ല. ഞങ്ങൾ ഈ പദ്ധതി നടപ്പാക്കില്ല എന്ന് പറയാൻ ഇപ്പോഴും UDFന് എന്തുകൊണ്ടാണ് രാഷ്ട്രീയമായി സാധിക്കാത്തത് എന്നൊരു വലിയ ചോദ്യം തന്നെയാണ്.